ഗീ റൈസ് തയ്യാറാക്കാനായി കൈമ റൈസ് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചീനച്ചട്ടിയിലേക്ക് ഓയിലും നെയ്യും ചേർത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഉള്ളി അരിഞ്ഞത്, സവാള അരിഞ്ഞത് മൂപ്പിക്കാനായിട്ട് വയ്ക്കാം. സവാള നന്നായിട്ട് മൂത്തെടുക്കുക. അതിലേക്ക് തന്നെ അണ്ടിപ്പരിപ്പും ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അണ്ടിപ്പരിപ്പും സവാളയും ഒരുമിച്ചിട്ട് മൂപ്പിച്ചെടുക്കുക. അതേ എണ്ണയിൽ തന്നെയാണ് ഞാൻ ക്യാരറ്റ് അരിഞ്ഞതും ചേർക്കുന്നത്. ക്യാരറ്റ് വെള്ളത്തിലിട്ട് വേണമെങ്കിലും വേവിക്കാം, പക്ഷേ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി റൈസ് വേവിക്കാനുള്ള പാത്രത്തിലേക്ക് ഓയിലും നെയ്യും ചേർത്തതിന് ശേഷം സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യുക. അതിനുശേഷം ഒരു സവാള അരിഞ്ഞതിട്ട് അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി അതിലേക്ക് ഇട്ടതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ആ അരി ഒന്ന് മൂപ്പിക്കുക. ഈ ഗ്ലാസിൻ്റെ അളവിനാണ് 2 ഗ്ലാസ് അരി ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതേ ഗ്ലാസ്സിന് 3 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. 2 ഏലക്കയും കൂടെ ചേർക്കുക. അപ്പോൾ നല്ല മണം കിട്ടും. ഒരു നാരങ്ങയുടെ പകുതി നീര് ചേർക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് അരി വേവിക്കാനായിട്ട് വയ്ക്കുക. അരി വെന്തതിന് ശേഷം നമുക്കതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും അണ്ടിപ്പരിപ്പും ചേർത്ത് വറുത്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടെ ചേർക്കുക. ഏറ്റവും മുകളിലായിട്ട് കറിവേപ്പില ചേർക്കുമ്പോൾ നല്ല മണമായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഗീ റൈസ് റെഡിയായിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. കൈമ റൈസിൻ്റെ അരിക്ക് തന്നെ നല്ല മണമാണ്. അപ്പം നമ്മുടെ ഗീ റൈസ് റെഡിയായി കഴിഞ്ഞു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗീ റൈസാണ്. ശരിക്കും പറഞ്ഞാൽ ഈ റൈസിൻ്റെ കൂടെ നമുക്ക് വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല. അത്ര സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ്. എടുത്തപ്പോൾ തന്നെ നല്ല മണമുണ്ട്. നല്ല ടേസ്റ്റുള്ള ഗീ റൈസാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പം ചിക്കൻ കറിയും കൂടെ വെച്ചിട്ടുണ്ട്. പെപ്പർ ചിക്കൻ, കുരുമുളക് കൂടുതലിട്ട ഒരു ചിക്കൻ കറിയാണ്. ചിക്കൻ കറിയായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.